ഹലോ കൂട്ടുകാരെ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് ഡേ ആയിട്ട് രാവിലെ 5:30 എഴുന്നേറ്റിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളം നമ്മുടെ ചിറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ നല്ല തണുപ്പാണ്, അറിയാമല്ലോ, ക്രിസ്മസും കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പ്. ഡിസംബർ മാസമല്ലേ. അപ്പോൾ അത് സ്കാർഫൊക്കെ കെട്ടി ഷോളൊക്കെ ഇട്ട് മൂടി പൊതിഞ്ഞ് വിറച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു ടിക്കറ്റ് എടുത്തു. പക്ഷേ ടിക്കറ്റ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആ ട്രെയിൻ പോയ സന്തോഷ വാർത്ത ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. പിന്നെ അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുത്ത് നമ്മൾ പിന്നെ അടുത്ത ട്രെയിനിന് കാത്തു നിന്നപ്പോഴത്തേക്കും ഇവിടെ ചായ കുടിയായി, ചായ താഴത്തിടലായി, ബഹളമായി. അങ്ങനെ ഒരുവിധം ട്രെയിൻ ഞങ്ങൾ പ്രാർത്ഥിച്ച് വരുത്തിച്ചെത്തി. അല്ലെങ്കിൽ എൻ്റെ ദിദിലു ആ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ തന്നെ തലതിരിച്ച് വെക്കുമായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഭാഗ്യത്തിന് ട്രെയിൻ പെട്ടെന്ന് നമ്മുടെ ആലുവയിലെത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല. കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ടിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആലുവയിലെത്തി കേട്ടോ. ആലുവയിലെത്തിയതിന് ശേഷം നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി, തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു, സന്തോഷമായി. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു വിളി വന്നിട്ടിരിക്കുകയാണ്, വിശപ്പിൻ്റെ വിളി. വേഗം ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ബസ്സും കിട്ടി, എല്ലാം വളരെ പെട്ടെന്ന് കിട്ടി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും ചിറ്റ അവിടെ സ്റ്റൂവും അതുപോലെ തന്നെ നല്ല വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്ത് നല്ലപോലെ കഴിച്ചു. ഇതിലപ്പം ഫുഡൊക്കെ കഴിക്കാൻ മടിയായതുകൊണ്ട് ബിസ്ക്കറ്റ് ഇരുന്ന് കഴിക്കുന്നത് നോക്കിക്കേ. അപ്പോൾ നമ്മൾ നല്ല വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ കഴിച്ചതിന് ശേഷം ഇതിലുണ്ട് ഭാഗം അടുത്ത കലാപരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി ക്രിസ്മസ് അല്ലേ, കേക്ക് മുറിക്കണ്ടേ. അപ്പോൾ നമ്മൾ റെയിൻബോ ചോക്ലേറ്റ് കേക്ക് നമ്മുടെ വലിയമ്മ നമുക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു. നമ്മളെല്ലാവരും ക്രിസ്മസിൻ്റെ വൈബ് കിട്ടാൻ വേണ്ടി റെഡാണ് കേട്ടോ ഇട്ടത്. എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? അപ്പോൾ റെഡ് ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ പപ്പാനിയാവാമെന്ന് വിചാരിച്ചു. ലൈവിൽ പപ്പാനിയായിട്ട് ലൈവ് ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അതിനുള്ള താടിയെല്ലാം സെറ്റ് ചെയ്തു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. പിന്നെ താടിയൊക്കെ സെറ്റ് ചെയ്ത് ലൈവിൽ പപ്പാനിയായിട്ട് ഇരുന്നത് കണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ അത്യാവശ്യം ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായി. ചിറ്റ ഒരുപാട് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ കുറേ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.